ഗഡഡി ഇന്ത്യൻ ജനത, കേരള ജനത ഇന്ത്യയിൽ മാത്രം കാണുന്ന ചില കർമ്മങ്ങളാണ്. അത് കാണന്നെ വേണോ കണ്ടു നോക്ക്. പക്ഷേ 3 മിനിറ്റിൻ്റെ മുകളിലെ വീഡിയോ ആണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യൻ സിറ്റിസന് കിട്ടിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് അതിന് പറയുന്നത്. അപ്പം ഇതിൽ വരുന്ന ആൾക്കാരെല്ലാം കണ്ടോ? പോലീസുകാർ എന്താ പൊക്കലേ, ഇത് പായങ്ങാടിയിലെ പ്രകാശ് റൈറ്റർ എന്താ പൊക്ക് ഒന്നുകൂടി നോക്കേ. പായങ്ങാടി പോലീസിലെ പ്രകാശർ, ലക്ഷ്മിപ്രിയ, SI എന്താ പൊക്കലേ. ഇവരാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ. ഇത് ഇപ്പോഴത്തെ SHO ഒന്നുകൂടി നോക്കോ. ഇത് ഇപ്പോഴത്തെ SHO സന്തോഷ് കുമാറേ. എന്താ രസല്ലേ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ എല്ലാവരും പോയി. ഇവർ 3 ആളെ നിർത്തി. ഇവർ 3 ആളും മുഖ്യമന്ത്രിക്കെതിരെ പ്രശ്നം നടത്തിയത്. പക്ഷേ പോലീസ് റിപ്പോർട്ട് കൊടുക്കാണ്ട് ഇവർക്ക് ജാമ്യം കിട്ടൂലല്ലോ. ഇന്ത്യൻ സിറ്റിസൺ ആ സമയത്ത് കോർട്ടിലുണ്ടായിരുന്നു. നല്ല നാടകീയ രംഗങ്ങൾ തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഒരു പോലീസുകാരൻ, വലിയ പോലീസുകാരൻ വന്നിട്ട് ഇവർക്കെല്ലാം ആടിലെ നേതാക്കന്മാർക്കെല്ലാം കൈ കൊടുക്കുന്നുണ്ട്. മാട്ടൂക്കാരുണ്ടായിന്, വടകരക്കാരുണ്ടായിന്, അങ്ങനെ പല ആൾക്കാരുണ്ടായിനല്ല. അഞ്ചാറ് ആളുണ്ടല്ലോ. ഇത് മാടായിക്കാർ 3, മാട്ടൂർ മാടായി 3 ആൾ, എല്ലാം മാന്നെ മലക്കിൻ്റെ വില കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയി. 3 മിനിറ്റേ ഉള്ളൂ. ഇവരെന്തെല്ലോ പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ. ഈ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ 3നോടാണ് പറയുന്നത്. എല്ലാ ചങ്ങായി, നിങ്ങൾ ജയിലിൽ പോയിട്ട് നിങ്ങൾക്ക് ആടെ ഏകാന്തവാസവും ഭക്ഷണവും കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കുന്നത് നിങ്ങൾ ഈ അണികളൊക്കെ, ഈ പാർട്ടിക്കാരെ കണ്ടിട്ടില്ലല്ലേ. പക്ഷേ ജനാധിപത്യ രാജ്യത്ത് ഇനി ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യൻ സിറ്റിസൺ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഈ കർമ്മം നടത്താൻ കഴിയും. കാരണം ആകെ തൊന്തരവായിട്ടാണ്. അതുകൊണ്ട് പറയാനുള്ളത്, ഒന്നിക്ക് പഠിച്ചിട്ടോ പണിയെടുത്തിട്ടോ ജീവിക്കാൻ നിൽക്ക്. ഇതുമാതിരി റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് പോലീസിൻ്റെ വണ്ടി ബാക്കിലും വെച്ചിട്ട് നിങ്ങളപ്പുറം പോലീസുണ്ട്, UDFൻ്റെ അപ്പുറം പോലീസുണ്ട്, LDFൻ്റെ അപ്പുറം പോലീസുണ്ട്. അപ്പോൾ അവർക്ക് മരിക്കാൻ പേടിയായതുകൊണ്ടാണ് അവർ നിങ്ങളപ്പുറം വരുന്നത്. കാരണം അവർക്ക് മരിക്കാൻ പേടിയായതുകൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ തെറ്റ് തന്നെയാണ്. ഇനി നാട്ടിലുള്ള കർമ്മങ്ങൾ അപ്പുറം ഇപ്പുറം അടിയാക്കലും പിടിക്കലും നിയമസഭ ഇലക്ഷൻ വന്നിട്ട് പോലീസുകാരെല്ലാം നമ്മളെ PR അനിൽ സാറൊക്കെ ഉണ്ട്. തൊപ്പി തലീന്നെല്ലാം ഊരിയിട്ട് അങ്ങനെ പ്രകാശൻ റൈറ്റർ സാർ കണ്ണാടിയിലിട്ടിട്ട് ഒന്നും പറയണ്ട. വലിയ പോലീസ് വണ്ടിയല്ലോ ഒന്നും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് എല്ലാവരും കണ്ടില്ലേ. പറയുന്നത് പോലീസുകാർ കുശലം പറയുന്ന, ഫോൺ വിളിക്കുന്ന, എല്ലാവരും തടിച്ച് കൊയ്ത്ത ആൾക്കാരെല്ലാം കണ്ടാ. എന്താ തടിച്ച് കൊയ്ത്ത ആൾ ബടിയും പിടിച്ചിട്ടേക്കുന്നത്, തോക്കും പിടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇവർ കൊടുത്തിട്ട് തന്നെയാണ് ഇവർക്ക് ജാമ്യം. പോലീസ് റിപ്പോർട്ടും ജയിൽ റിപ്പോർട്ടും കൊടുക്കാണ്ട് ജാമ്യം കിട്ടൂല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര പവറാണ്. അതേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നിട്ടാണ് ഇന്ത്യൻ സിറ്റിസൺ പോരാടുന്നതും. ഒരു ഓഫറും വേണ്ട. വെടിവെച്ച് കൊല്ലാം, തൂക്കിക്കൊല്ലാം, വെള്ളത്തിലിടാം, നെക്കിക്കൊല്ലാം, എന്തും കൊല്ലാം, പ്രശ്നമൊന്നുമില്ല. കാരണം ഈ നാട്ടിൽ ജീവിക്കുന്നതിനെ കാട്ടിയല്ല വല്ല മണ്ണിലോ ചിതയിലോ കടലിലോ പോയിട്ട് അനങ്ങാണ്ട് കിടക്കുന്നതാണ്. മീശലം പിരിക്കുന്ന നോക്കിയാൽ എന്താണെന്നല്ലേ. 3 മിനിറ്റ് വരെ ഉണ്ട്. എല്ലാവരും നിന്ന് നോക്കുന്നുണ്ട്. കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പറയാനാണ് 3 മിനിറ്റ്. കർമ്മം മറ്റേ മയ്യത്ത് കൊണ്ട് പോകുന്ന പോലെ അല്ലേ. അല്ല, ഇത് ജീവനുള്ളത്.